സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി യാതൊരു തരത്തിലുള്ള ടെൻഡറുകളുമില്ലാതെ പരിപാടികൾ നടത്താനുള്ള അനുവാദം കൊടുക്കുകയും സർക്കാർ ഖജനാവിലെ പണം ധൂർത്തടിക്കുകയും ചെയ്യുകയാണ്. ഇത് ആർക്കു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ പരിപാടികളിലൊന്നും ജനപങ്കാളിത്തമില്ല. ഈ പരിപാടികളിൽ ജനങ്ങളുടെ നേതൃത്വമില്ല. ഇത് അഴിമതിക്കുള്ള ഒരു വഴിയായി നമുക്കിതിനെ കാണാൻ കഴിയും. 100 കോടി രൂപയിലധികമാണ് 4ാം വാർഷികത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് ഇപ്പോൾ ചെലവഴിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമായി മാറുമ്പോൾ അതിന് ചെലവഴിക്കാൻ പണമില്ല. ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ പണമില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കാനുണ്ട്, അതിന് പണമില്ല. അപ്പോൾ ഈ 4ാം വാർഷികം എന്ന് പറയുന്നത് ധൂർത്തിനും അഴിമതിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് UDF പ്രതിപക്ഷവും 4ാം വാർഷിക പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായി തീരുമാനിച്ചത്.